ഹായ്. അങ്ങനെ ലോകേഷ് തിരിച്ചു വന്നിക്കാണ്. ഇപ്രാവശ്യം ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ലോകേഷ് തിരിച്ചു വന്നിക്കല്ല, തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചന വന്നിക്കണ്. സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അല്ലു അർജുനുമായിട്ട് ലോകേഷിൻ്റെ പടം വരാൻ പോവാണ്. ഇന്നലെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ പറഞ്ഞു വന്നത് കൂലി എന്നൊരു ആവറേജ് പടത്തിന് ശേഷം, ഓക്കെ, സംഭവം ഫ്ലോപ്പാണെന്നറിയാം, എന്നാലും ആവറേജ് പടത്തിന് ശേഷം ലോകേഷിന് ഭയങ്കര അധികം പോയി ലോകേഷ്. പിന്നെ മച്ചാൻ്റെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. കാരണം കൈദി 2 ആയാലും ഇത് LCU പറഞ്ഞ യൂണിവേഴ്സിൻ്റെ കാര്യം അച്ഛൻ മറന്ന ആ രീതിയിലായിരുന്നു. പിന്നെ ഒന്നും ഒരു അപ്ഡേറ്റ് പോലും കിട്ടിയില്ല. കൈദി 2ൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകേഷ് ശമ്പളം കൂട്ടി ചോദിച്ചു എന്നൊക്കെയാണ് പറയണത്. സാലറി എന്തോ 70-60 CR ചോദിച്ചു, അങ്ങനെ എന്തൊക്കെ കേട്ടു. ചോദിക്കണതിൻ്റെ മുന്നേ ഈ പടം, ഇതിന് മുന്നത്തെ പടത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ആൾക്കാർ നോക്കണത്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ ഒരു മിത്തായിട്ട് അവിടെ കിടക്കുകയാണ്. സോ ഇപ്പോൾ LCU ഒരു മിത്താണ്. കൈദി 2ത്തെ കാർത്തിൻ്റെ മക്കളൊക്കെ ഇപ്പോൾ നല്ല വലുതായി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതിനൊക്കെ ശേഷം ഇന്നലെ അല്ലു അർജുൻ്റെ 23ാമത്തെ പടം ലോകേഷുമായിട്ട് കൺഫേം ആയിട്ടുണ്ട്. 3 ഡ്രാഗൺ അഥവാ 3 സെറ്റ് പരിപാടിയാണ് വരാൻ പോകുന്നത്. കാരണം അനിരുദ്ധും ലോകേഷും അല്ലും ഈ ഒരു കോംബോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ലോകേഷ് മിക്കവാറും ഈ ഒരു മൂവിയിലൂടെ തിരിച്ചു വരാം. ബിക്കോസ് അല്ലു അർജുൻ്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് പടം എത്ര വലിയ സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും സംഭവം ക്ലിക്കാവും. ഈ കഴിഞ്ഞ പുഷ്പ 2 വന്ന പോലെ നമ്മൾ സൗത്ത് ഭാഗത്ത് ഇല്ലതില്ലെങ്കിലും ആ നോർത്ത് ഏരിയയിൽ മൊത്തം പുഷ്പക്ക് വൻ ഹൈപ്പ്, നല്ല കോടികളും കളക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. അപ്പോൾ ഇതും പിന്നെ എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ പ്രൊഡക്ഷൻ ടീമാണ് മൈത്രി മൂവി മേക്കേഴ്സ്, അഥവാ പുഷ്പ 2 ചെയ്ത സെയിം ടീം തന്നെ. പിന്നെ അതേപോലെ ഡയറക്ടറും കഥയും പരിപാടി മൊത്തം ലോകേഷാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ ഒരു പീക്ക് പരിപാടി വരുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധിൻ്റെ ജനനായകൻ്റെ സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ജനനായകൻ്റെ കാര്യം തന്നെ കൺഫേം അല്ല. സോ അതിന് വരുമോയെന്ന് പോലും അറിയില്ല. വരാൻ പോണ അല്ലുവിൻ്റെ പടം ഇരുമ്പ് കൈ മായാവി പറഞ്ഞൊരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടല്ലോ ലോകേഷിൻ്റെ, ആ ഒരു പടമാണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിനുള്ള സാധ്യത കുറവാണ്. മൂപ്പരാളെ മനസ്സിൽ കുറേ സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, പൃഥ്വിരാജിനെ അറിയണ പോലെ. അപ്പോൾ അല്ലുവിന് വേണ്ടി വേറെ സ്ക്രിപ്റ്റ് ഉണ്ടാവും. എന്തായാലും ആ ഒരു ടൈറ്റിൽ വീഡിയോയിൽ കാണിച്ചൊരു തീം വെച്ചിട്ടൊരു അഡ്വഞ്ചർ പരിപാടി. പിന്നെയുള്ള ചോദ്യം എന്താ വെച്ചാൽ, ഇത് ലിയോ 2ൻ്റെ സ്ക്രിപ്റ്റ് ആണോ ഈ വരുന്ന പടത്തിന് എന്നുള്ളതാണ്. അതൊന്നും ഒരിക്കലും സാധ്യമായ കാര്യമല്ല. പക്ഷെ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ലോകേഷിൻ്റെ കാര്യമാണ്, ലോകേഷ് തിരിച്ചു വരണം. ഈ പടത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പടം ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഈ ഒരു ഓഗസ്റ്റൊക്കെ ആയിട്ടാവും മിക്കവാറും. ബിക്കോസ് ആയിട്ട് ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലു. സോ ആ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടായിരിക്കണം ഈ ഒരു പടത്തിന് ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് ഇയർ ആവും ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഇയറും ലേറ്റ് ആവും, കാരണം ഈ പടം വരാണ്ട്. സോ അത് കഴിഞ്ഞിട്ടാവും വരിക. സാധാരണ ഒരു ലോകേഷ് പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 2 വീക്ക്, ഒരു 1 മന്തിനുള്ളിൽ അടുത്ത പടത്തിൻ്റെ പോസ്റ്ററോ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വരലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ലിയോ എന്ന് പറഞ്ഞ് കൂലിക്കേസ് ഒന്നും വന്നിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ അവസാനം ഇപ്പം ഇന്നലെയാണ് പൊങ്കലിൻ്റെ ഭാഗമായിട്ട് സാധനം വന്നത്. സാധനമല്ല, സംഭവം വരുന്നത്. അപ്പോൾ സംഭവത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരുപാട് മൂവി അപ്ഡേറ്റ്സ് പറയാണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒന്നരാടം വെച്ച് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആൾക്കാർ കാണൂല, കഴിഞ്ഞ വീഡിയോക്ക് ഒരു വ്യൂ ഒക്കെ ഉള്ളൂ. അതിനാണ് തന്നെയാണ്. സോ ഇഷ്ടപ്പെട്ട് മാത്രം ഫോളോ ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ലോകേഷ് പണ്ണൽ ലോഡി.